കാലവർഷം ശക്തിപ്പെട്ടതോടെ റോഡരികിലേക്ക് അപകടം സൃഷ്ടിക്കാവുന്ന വിധത്തിൽ നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാവാത്തതിനാൽ കളമശ്ശേരി വട്ടേക്കുന്നം മുട്ടാർ ഭാഗം ഇരുട്ടിലായത് 12 മണിക്കൂർ. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റിലേക്ക് മരക്കൊമ്പുകൾ വീണിരുന്നു. അതുമൂലം വട്ടേക്കുന്നം മുട്ടാർ പ്രദേശങ്ങൾ ഇരുട്ടിലായത് 12 മണിക്കൂർ. രാത്രി 11:30 വീണ കൊമ്പുകൾ നീക്കം ചെയ്തത് രാവിലെ 11:30. ഇത്തരം മരങ്ങളുടെ അപകടാവസ്ഥയിലുള്ള കൊമ്പുകൾ നീക്കാനും മരം മുറിച്ച് നീക്കേണ്ടതാണെങ്കിൽ അതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. സൗത്ത് കളമശ്ശേരിയിൽ നിന്നും വട്ടേക്കുന്നം മുട്ടാർ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. ശക്തമായ കാറ്റിലും മഴയിലും വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വൈദ്യുതി കമ്പിയിലേക്ക് വീഴുന്നത് പതിവാകുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 1800ഓളം കുടുംബങ്ങളാണ് ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നത്. കൂടാതെ 160ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളുമുണ്ട്. ഇത്രയധികം ജനപ്പെരുപ്പമുള്ള ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരക്കൊമ്പുകൾ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 95 കളമശ്ശേരി. മഴ